ഒന്നിൽ കൂടുതൽ പാസ്പോർട്ടുകളുള്ള ഇന്ത്യക്കാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും പാസ്പോർട്ട് നിയമാനുസൃതമായി നൽകിയത് അനധികൃതമെന്ന പരാതി. നിശ്ചിത പിഴസംഖ്യ ഈടാക്കി എംബസി പാസ്പോർട്ടുകൾ പുതുക്കി നൽകിയത് വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെ ഇടപെടൽ മൂലമാണെന്ന് ആരോപണം. റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം സൗദി അറേബ്യയിലെ പ്രവാസി സംഘടനയായ ഫൊക്കാസയ്ക്കാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത്. ഒന്നിൽ കൂടുതൽ പാസ്പോർട്ടുകൾ കൈവശം വയ്ക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഈ നിയമത്തിൽ സ്ഥിരമായോ താൽക്കാലികമായോ യാതൊരുവിധ മാറ്റവും വരുത്തിയതായി രേഖയിലില്ലെന്നാണ് ഫൊക്കാസയ്ക്ക് വേണ്ടി ഡോക്ടർ സുജാതൻ സമർപ്പിച്ച അപേക്ഷയിൽ ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിൽ പറയുന്നത്. എന്നാൽ 2004-2008 കാലയളവിൽ നിശ്ചിത പിഴസംഖ്യ ഈടാക്കി റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഏതാനും പാസ്പോർട്ടുകൾ പുതുക്കി നൽകിയതായി ഫൊക്കാസ പ്രതിനിധികൾ പറഞ്ഞു. ഒരേ വ്യക്തിയുടെ പേരിൽ വ്യത്യസ്ത അഡ്രസ്സിൽ നിർമ്മിച്ച പാസ്പോർട്ടുകൾ കൈവശം വെച്ച വ്യക്തിക്കെതിരെയോ പാസ്പോർട്ട് നൽകിയ പാസ്പോർട്ട് ഓഫീസർക്കെതിരെയോ യാതൊരു അന്വേഷണവും നടത്താതെ പിഴസംഖ്യ മാത്രം ഈടാക്കി പാസ്പോർട്ട് നിയമാനുസൃതമാക്കിയതിനു പിന്നിൽ ആരുടെ താൽപ്പര്യമാണെന്ന് വ്യക്തമാക്കണമെന്ന് ഫൊക്കാസ പ്രസിഡന്റ് ആർ മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇതോടെ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതരുടെയോ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് റിയാദിലെ ഇന്ത്യൻ എംബസി ചട്ടം ലംഘിച്ച് സാഹസത്തിന് മുതിർന്നതെന്നാണ് ആരോപണം. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും തന്നെ ഉണ്ടായത് ഒട്ടേറെ ആശങ്കയോടെയാണ് പൊതുസമൂഹം കാണുന്നത്. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.